ഇക്കഴിഞ്ഞ 48 മണിക്കൂർ നേരം അമേരിക്കൻ സൈന്യം മറക്കാനിടയില്ല. അത്രമാത്രം ജാഗ്രതയോടെ, കണിശതയോടെ സൈന്യവും ഇന്റലിജൻസ് വിഭാഗവും ഒന്നിച്ചുനിന്ന 2 ദിവസങ്ങളാണ് കടന്നുപോയത്. വെള്ളിയാഴ്ച ഇറാനെതിരായ ആക്രമണത്തിനിടെ തകർന്നു വീണ വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട പൈലറ്റിന് പിന്നെന്ത് സംഭവിച്ചെന്നറിയാത്ത നിമിഷങ്ങൾ. ഇറാൻ സൈന്യത്തിന്റെ കയ്യിൽ കിട്ടിയാൽ സംഭവിച്ചേക്കാവുന്ന ദുരന്തങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. ഒരുപക്ഷേ അമേരിക്കയുടെ നയതന്ത്ര രഹസ്യങ്ങളും സൈനിക നീക്കങ്ങളും ഉൾപ്പെടെ ലഭ്യമാകാൻ ഇറാന് സാഹചര്യമൊരുങ്ങിയേക്കും. കൊടും ക്രൂരതകൾക്ക് മുന്നിൽ മനുഷ്യജീവന് പിടിച്ചുനിൽക്കാൻ പറ്റാതെ വന്നേക്കുമെന്ന അവസ്ഥ. 6 ആഴ്ച പിന്നിടുന്ന യുദ്ധത്തിൽ നഷ്ടപ്പെട്ടേക്കാവുന്ന ആധിപത്യം. അങ്ങനെ അങ്ങേയറ്റം സമ്മർദ്ദം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയായിരുന്നു അമേരിക്കൻ ഭരണകൂടം പോയ മണിക്കൂറുകളിൽ കടന്നുപോയത്. ഈ സാഹചര്യം മുതലാക്കാൻ തന്നെയായിരുന്നു ഇറാനും തുനിഞ്ഞിറങ്ങിയത്. US കേണലിനെ ജീവനോടെ കയ്യിൽ കിട്ടിയാൽ തങ്ങൾക്കുണ്ടാകുന്ന തികഞ്ഞ ആധിപത്യം IRGCയും മുന്നിൽ കണ്ടു. പൈലറ്റിനെ കണ്ടെത്താൻ സഹായിച്ചാൽ $60,000 സമ്മാനം നൽകുമെന്നും പ്രഖ്യാപിച്ചു. അങ്ങനെ സൈന്യവും ജനകീയ സേനയും ഗോത്രവിഭാഗവും ഉൾപ്പെടെ തെരച്ചിൽ ആരംഭിച്ചു. എന്നാൽ മണിക്കൂറുകൾ നീണ്ട കനത്ത വെടിവെപ്പിനും ആക്രമണത്തിനുമൊടുവിൽ IRGCയുടെ കണ്ണുവെട്ടിച്ച് അമേരിക്ക സ്വന്തം പൌരനെയും കൊണ്ട് ഇറാൻ മണ്ണിൽ നിന്നും പറന്നു. 100 കണക്കിന് സ്പെഷ്യൽ ഫോഴ്സും ഡസൻ കണക്കിന് മാരക ആയുധങ്ങൾ ഘടിപ്പിച്ച വിമാനങ്ങളും ഇന്റലിജൻസും ഏകോപിപ്പിച്ചാണ് അമേരിക്ക പൈലറ്റിനെ രക്ഷപ്പെടുത്തിയത്. പതിറ്റാണ്ടുകൾക്കിടെ ശത്രുരാജ്യത്ത് പോയി നടത്തിയ സങ്കീർണമായ ഓപ്പറേഷൻ എന്നാണ് പ്രസിഡന്റ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. 48 മണിക്കൂർ നേരം ശത്രുക്കൾ കാണാതെ ഒളിച്ചിരുന്ന കേണൽ ഇപ്പോൾ ആരോഗ്യവാനും സുരക്ഷിതനുമാണെന്നും അദ്ദേഹം പറയുന്നു. ഇറാൻ സൈന്യം വെടിവെച്ചിട്ട വിമാനത്തിൽ നിന്നും ചാടിയ ശേഷം സൈന്യത്തിന്റെ കണ്ണുവെട്ടിച്ച് ഉയർന്ന പർവ്വത മേഖലകളിലാണ് പൈലറ്റ് 2 ദിവസത്തോളം കഴിഞ്ഞത്. പൈലറ്റിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഇറാൻ സൈന്യം ലൊക്കേഷനോട് ഏതാണ്ട് അടുത്തെത്തി കഴിഞ്ഞിരുന്നു. US സൈന്യവുമായി നിരന്തര സമ്പർക്കത്തിനായി ദുരന്ത ബീക്കൺ, GPS ട്രാക്കർ, സുരക്ഷിതമായ ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവ പൈലറ്റ് ഫലപ്രദമായി ഉപയോഗിച്ചു. ചെറിയ ആയുധങ്ങളും കയ്യിലുണ്ടായിരുന്ന പൈലറ്റിന് അമേരിക്ക നൽകിയ അതിജീവന പരിശീലനങ്ങൾ ഏറെ സഹായകരമായെന്നും ട്രംപ് അവകാശപ്പെടുന്നു. പൈലറ്റിനടുത്ത് ആരാദ്യം എത്തുമെന്ന കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ മത്സരമാണ് നടന്നതെന്നും ആദ്യം കണ്ടെത്തുക എന്നത് അമേരിക്കയുടെ ആവശ്യമായിരുന്നെന്നും പ്രസിഡന്റ് പറയുന്നു. US വ്യോമസേനയെ പിന്തുണച്ച് സൈബർ, ബഹിരാകാശ, രഹസ്യാന്വേഷണ ശൃംഖലകളിൽ നിന്നുള്ള വിവരങ്ങളും സമയാസമയം വന്നതോടെ പൈലറ്റിന്റെ ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്താൻ US സേനയ്ക്ക് സാധിച്ചു. പൈലറ്റ് ഒളിച്ചിരുന്ന ഭാഗത്തേക്ക് ഇറാനിയൻ വാഹന വ്യൂഹങ്ങൾ എത്തുന്നത് തടയാൻ US ആക്രമണ വിമാനങ്ങൾ ബോംബുകൾ വർഷിക്കുകയും വെടിവെക്കുകയും ചെയ്തു. പാരാ റെസ്ക്യൂ യൂണിറ്റുകളും കമാൻഡോകൾ ഉൾപ്പെടെയുള്ള പ്രത്യേക സംഘങ്ങളും ഇരുട്ടിന്റെ മറവിലാണ് ഓപ്പറേഷൻ നടത്തിയതെന്നും ട്രംപ് വിവരിക്കുന്നു. മനസാന്നിധ്യം വിടാതെ, പതറാതെ, നിന്ന സ്ഥാനത്തു നിന്നും മാറാതെ US സൈന്യം എത്തുന്നതുവരെ അതേ സ്ഥാനത്ത് തുടരാൻ പോന്ന ധൈര്യം പൈലറ്റും കാണിച്ചു. രക്ഷാദൌത്യത്തിന് ആവർത്തിച്ചുള്ള ഭീഷണികൾ നേരിടേണ്ടി വന്നു. ഓപ്പറേഷന്റെ ആദ്യഘട്ടത്തിൽ US ഹെലികോപ്റ്ററിന് നേരെ വെടിവെപ്പുണ്ടായി. ജീവനക്കാർക്ക് പരിക്കേറ്റെങ്കിലും സുരക്ഷിതമായി ഇറാൻ മണ്ണിൽ ലാൻഡ് ചെയ്തു. വ്യോമസംരക്ഷണം നൽകിയ ഒരു A-10 വിമാനവും പേർഷ്യൻ ഗൾഫിന് മുകളിലൂടെ ഇടിച്ചു വീഴുന്ന സാഹചര്യമുണ്ടായി. പൈലറ്റിനെ വിജയകരമായി രക്ഷപ്പെടുത്തിയതിനു പിന്നാലെയും അമേരിക്കൻ വ്യോമസംഘം കടുത്ത സങ്കീർണതകളാണ് നേരിടേണ്ടി വന്നത്. ടീമിനെ തിരിച്ചെത്തിക്കാനായി സജ്ജമാക്കിയ 2 ഗതാഗത വിമാനങ്ങൾ ഉപയോഗിക്കാനാവാത്ത അവസ്ഥയായി. തുടർന്ന് കമാൻഡർമാർ 3 അധിക വിമാനങ്ങൾ പറത്തി രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി. പ്രവർത്തനരഹിതമായ വിമാനങ്ങൾ ഇറാനിയൻ കൈകളിൽ അകപ്പെടാതിരിക്കാൻ US സൈന്യം തന്നെ തച്ചുടച്ച് നശിപ്പിച്ചു. പിന്നാലെ ദൌത്യത്തിൽ ഉൾപ്പെട്ട എല്ലാ കമാൻഡോകളെയും സുരക്ഷിതമായി തിരിച്ചെത്തിച്ചു. രക്ഷപ്പെടുത്തിയ പൈലറ്റിനെ ചികിത്സയ്ക്കായി കുവൈത്തിലേക്ക് കൊണ്ടുപോയതായാണ് സൂചന. മറ്റൊരു US പൈലറ്റിനെ 1 ദിവസം മുൻപും രക്ഷപ്പെടുത്തിയിരുന്നെന്നും ആ സമയത്ത് പരസ്യമാക്കാൻ സാധിച്ച സാഹചര്യമല്ലെന്നും ട്രംപ് പറയുന്നു. ഒരു അമേരിക്കക്കാരൻ പോലും കൊല്ലപ്പെടാതെ ഈ ദൌത്യം പൂർത്തിയാക്കാനായത് തങ്ങളുടെ നേട്ടമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇതിനിടെ F-15E വെടിവെച്ചുട്ടതിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഏറ്റെടുത്തു. എന്നാൽ പൈലറ്റിനെ രക്ഷപ്പെടുത്തിയ ഓപ്പറേഷനെക്കുറിച്ച് ഇതേവരെ ടെഹ്റാൻ ഭരണകൂടം പ്രതികരിച്ചിട്ടില്ല.